കേരളത്തിലെ PSCയിൽ നടന്ന ക്രമക്കേടിൽ അതിലെ ഉന്നതർക്ക് പങ്കുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ സംവിധാനത്തിന് തന്നെ ആഭ്യന്തര വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സ്ഥാപനത്തിലെ ഉന്നതരായ ആളുകളുടെ അറിവോടുകൂടിയാണ് ഇതിലെ ചോദ്യ പേപ്പറിലൊക്കെ ക്രമക്കേടുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. 10 ചോദ്യങ്ങൾ അവർ അതിൻ്റെ ഫലം പരിശോധിച്ചില്ല എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. അതായത് ആസൂത്രണ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥ പദവിയിലേക്ക് നടത്തിയ പരീക്ഷയിലാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. ഇതേപോലെ നിരവധി ക്രമക്കേടുകളാണ് PSCയിൽ നടന്നിരിക്കുന്നത്. നേരത്തെ പോലീസിലേക്ക് നടത്തിയ സെലക്ഷനിലും SFI പ്രവർത്തകർ ക്രമക്കേട് നടത്തിയ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അവർക്കെതിരെ കേസെടുത്തിരുന്നു. അതേപോലെ മറ്റു പലതിലും ക്രമക്കേട് നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളത്തിലെ PSC ആണെങ്കിൽ രാഷ്ട്രീയക്കാരെ കൊണ്ട് തന്നെ കുത്തി നിറച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ഇരിക്കുന്ന ഒരു സംസ്ഥാനം, തൊഴിലില്ലായ്മ നിരക്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു സംവിധാനമാണ് PSC. കേരള PSC എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമായിരുന്നു. സർക്കാരിൻ്റെ എല്ലാ സംവിധാനത്തിലേക്കും PSC വഴിയുള്ള നിയമനമാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പലപ്പോഴും സർക്കാരുകളൊക്കെ തന്നെ സർക്കാരുകളിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും ബോർഡുകളൊക്കെ ആണെങ്കിൽ തന്നെ പിൻവാതിൽ നിയമനമൊക്കെ നടത്തുന്നു, സ്വന്തക്കാരെ തിരികെ കയറ്റുന്നു. ആ സമയത്തൊക്കെ PSC വഴിയാണ് നിയമനം വേണ്ടത് എന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതേ PSCയുടെ വിശ്വാസ്യത തകരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. PSCയിൽ ക്രമക്കേടിനെ കുറിച്ച് കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താനിരിക്കുന്ന സമയത്താണ് ആ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം നൽകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്റേണൽ വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കുന്നത് എന്നാണ് ആരോപണം. എങ്ങനെയെങ്കിലും ഈ അന്വേഷണം ഇവിടെ തന്നെ ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ്. ആരെങ്കിലൊക്കെ 1-2 പേരെ ബലിയാടാക്കിയിട്ട് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ആ സമയത്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ വന്നിരിക്കുന്നത്. PSCയിലെ ഉന്നതർക്ക് തന്നെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ആഭ്യന്തര വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വീണ്ടും അവരതിനകത്ത് തുടരന്വേഷണം നടത്തുകയാണ്. ഈ തുടരന്വേഷണം നടത്തുന്നത് മറ്റൊരു ഏജൻസി, അതായത് കേരളത്തിലെ പോലീസിലെ ക്രൈംബ്രാഞ്ച് ഇങ്ങോട്ട് വരാതിരിക്കാനാണ്. പക്ഷേ എന്ത് തന്നെയായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ യുവാക്കളുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകളെ തല്ലി തകർക്കുന്ന രീതിയിലാണ് ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത തകരുന്നത്. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് പോലും അതിൻ്റെ ഗൗരവത്തോടുകൂടി കാണാൻ കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ശ്രമിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴുള്ള ഈ PSCയുടെ വിശ്വാസ തകർച്ചയ്ക്ക് കാരണം കേരളം 10 വർഷം ഭരിച്ച ഇടതുപക്ഷ മുന്നണി സർക്കാരാണ്. CPMൻ്റെ നേതാക്കന്മാരൊക്കെ സാധാരണക്കാരായ CPMൻ്റെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സാധാരണ വിദ്യാഭ്യാസമുള്ള ആളുകളെയൊക്കെ തന്നെ വൻതോതിൽ വലിയ ശമ്പളമൊക്കെ കൊടുത്തുകൊണ്ടാണ് PSCയിൽ മെമ്പറായിട്ട് അവർ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ തങ്ങളുടെ ഒരു സംവിധാനം, ഒരു പാർട്ടി സംവിധാനമാക്കി മാറ്റാനാണ് PSCയെ അവർ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പം ഒരു ഭാഗത്ത് ഡൽഹിയിലൊക്കെ നീറ്റിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്ന സമയത്ത് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ 100 കണക്കിന് DYFIക്കാരൊക്കെ ഡൽഹിയിൽ പോയിരുന്നു. DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീമും അതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഡൽഹിയിൽ പോയി സമരം ചെയ്തിരുന്നു. പക്ഷേ കേരളത്തിൽ അവരുടെ സർക്കാരിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തെ അതിൻ്റെ വിശ്വാസ്യത തകർത്ത ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാൻ DYFI പോലുള്ള സംഘടനകൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഏതായാലും കേരളത്തിലെ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനും കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടികൾ എടുക്കാനും തയ്യാറാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ